ದೇವರೇ, ಇವತ್ತೇನೋ ತುಂಬ ಖುಷಿಯಾಗಿದೆ. ಏನೋ ಗೊತ್ತಿಲ್ಲ, ನಮ್ಮ ಮಗಳಿಗೆ ಹುಡುಗ ನೋಡೋಕ್ಕೆ ಒಂದು ಜನ ಬರ್ತಾಯಿದ್ದೀರ. ನಮ್ಮ ಮನೆ ಸಂಸಾರ, ನಮ್ಮ ಮಕ್ಕಳನ್ನ ಎಲ್ಲ ಖುಷಿಯಾಗಿರಬೇಕು. ಇವತ್ತು ತುಂಬ ಚೆನ್ನಾಗಿದೆ ಅಲ್ವಾ? ಅಚ್ಚುಟ ಅಚ್ಚುಟ ಎಲ್ಲಿ ಹೋಯ್ತೋ ಗೊತ್ತು. അച്ചുട്ട, എൻ്റെ പൊന്നു, നീ ഇങ്ങനെ ബേളം വെക്കല്ലേ, ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ಇದೆಯಾ? പൊന്നു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കന്നഡ പറയരുതെന്ന്. അച്ചുട്ട, నాకు ಗೊತ್ತಿಲ್ಲ. నాకు കുറച്ച് മലയാളം പറഞ്ഞില്ലേ ഞാൻ, അത് പോതും. ഈശ്വര, നീ കന്നഡ തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ മലയാളികൾ നിന്നെ കൊല്ലും. ചായ കുടി. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നാ? നീ എൻ്റെ വന്നിട്ട് എത്ര വർഷമായി? വല്ലതും ഓർമ്മയുണ്ടോ? ಗೊತ್ತಿಲ್ಲ. നീ കൊത്തണ്ട, 21 വർഷമായി. ದೇವರೇ, 21 ವರ್ಷ? പറയില്ല. എൻ്റെ കൃഷ്ണ, ഇവക്ക് ഞാനും മക്കളും പറയുന്നത് മനസ്സിലാകുന്നുണ്ട്, അത് മതി. ഓ അച്ചുട്ട, నాకు മനസ്സിലായി. പിന്നെ നാളെ അമ്മൂനെ നോടാൻ ಹುಡುಗ വരും. നീയേ അവളോടെല്ലാം പറഞ്ഞു കൊടുക്കണം, വേറൊരു വീട്ടിൽ പോകുന്നതാ. ആ, ഞാൻ പറഞ്ഞു കൊടുക്കാം. പിന്നെ നാളെ കാലയിൽ കോവിൽ പോണം. നീയേ അവനെ വിളിക്ക്. ആരെ? നിന്റെ മോനെ. ആ, വിളിച്ചു. നാളെ വെളിയെ വരും. ശോ, വിളിച്ചു അല്ലേ? വിളിച്ചു. അവന് 20 വയസ്സായി. ആ, പിന്നെ അച്ചുട്ട, എന്താടി പൊന്നു? എനിക്ക് മനയിൽ പോണം. കൊല്ലും ഞാൻ നിന്റെ ഒരു മന. ഇതാ നിന്റെ മന. നിന്നെ വേണ്ടാത്തവർക്ക് നിനക്കും വേണ്ട, കേട്ടോ? വേണ്ട, ശരി. പാവം, എൻ്റെ കൂടെ വന്ന് അന്ന് തുടങ്ങിയത് അവളെ. അവൾ ജീവിച്ച പോലൊന്നും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ ഈശ്വര. പക്ഷെ എൻ്റെ ജീവൻ തന്നെ ഞാൻ അവൾക്ക് കൊടുത്തു. മരണം വരെ ഞാൻ അവിടെ കരയിക്കില്ല. എന്തോ ആലോചനയിലാണല്ലോ അച്ചുട്ടൻ. ഒന്ന് നോക്കിയാലോ? അച്ഛ, എന്താ ഒരു ആലോചന? ഏയ്, ഒന്നുമില്ല മോളെ. നിന്റെ അമ്മയെ കുറിച്ച് കൊടുത്തത്. അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയെ കുറിച്ച് മോക്ക് വല്ലതും അറിയാവോ? വാ, ഇരിക്കേ, അച്ഛൻ പറഞ്ഞുതരാം. ഇരുന്നു. ഇനി പറ. നിന്റെ അമ്മേ കർണാടകയിൽ ഒരു വലിയ ഫാമിലി ജനിച്ച കുട്ടിയാണ്, ഗൗണ്ടർ ഫാമിലി. അവരുടെ കൃഷിത്തോട്ടത്തിലാണ് അച്ഛൻ പണ്ട് പണിയാൻ പോയത്. അവരുടെ വീട്ടിൽ അവരുടെ അമ്മയും അച്ഛനും കുറച്ച് പണിക്കാരുമുണ്ട്. ഞാനുള്ളപ്പം ഇവള് പഠിക്കാൻ വേണ്ടി പുറത്ത് പോയേക്കുക. വെക്കേഷൻ വരുമ്പോൾ കൂടെ പണിയുന്ന ആൾക്കാർ പറയുന്ന അച്ഛൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസമാണെങ്കിൽ അച്ഛന് ഭയങ്കര പനി. കൂടെ ഉള്ളവരെല്ലാവരും പോയി. അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. പുറത്തൊരു കുലിസിൻ്റെ ശബ്ദം കേട്ടു. അച്ഛൻ കതവ് തുറന്ന് നോക്കിയപ്പോൾ ആര്? പറയാം. ഞാൻ ചെന്ന് കതവ് തുറന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പെൺകൊച്ച്. ഞാൻ ചോദിച്ചു എന്താ. എന്നിട്ട് വേഗം പറ. അവളാണെങ്കിൽ ഒരു മൊന്തയിനെ നീട്ടി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു ദേ നീരുന്നു. ഞാൻ ചോദിച്ചു ദേ നീര്. അതൊന്നും കേൾക്കാൻ നിന്നില്ല, ഒറ്റ ഓട്ടോ. അയ്യോ അച്ഛ, ഐ ലവ് യു പറഞ്ഞില്ലേ? ഒന്ന് പൊടി. ആ മൊന്ത കൈ വെച്ചുകൊണ്ട്
ഞാനിങ്ങനെ നോക്കി നിന്നു. അപ്പോഴേ അറിഞ്ഞത് എനിക്ക് കുടിക്കാനുള്ള വെള്ളമാണ്. അങ്ങനെ ആ നീരിൽ വീണു മോളെ അച്ഛൻ. എന്നിട്ട് വേഗം പറ. പിന്നെ അച്ഛൻ എന്നും നിൻ്റെ അമ്മയുടെ പുറകെ നടക്കുമായിരുന്നു. അങ്ങനെ നടന്ന് ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന്. ഞാനും പറഞ്ഞു എന്നെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഒരു ദിവസം പൊളിച്ചോടാൻ. ഒരു ദിവസം ഞാനും അവളും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അത് അവിടെ അച്ഛൻ കണ്ടു. ദേഷ്യത്തോട് വന്നവിടെ കയ്യെ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോയി റൂമിൽ കൊണ്ട് ഒത്തിരി തല്ലി. അച്ഛനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അന്ന് രാത്രി ജനലെ മുട്ടി വിളിച്ചു. നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും എടുക്കണ്ട, ധൈര്യമായിട്ട് നീ ഇറങ്ങി വാ. അന്ന് ഞങ്ങൾ വണ്ടി കയറി അവിടെ. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ്, നാട്ടിൽ വന്നു. കുറച്ച് പൈസ ഉണ്ടായിരുന്നു കയ്യിൽ. കുറച്ച് സ്ഥലം മേടിച്ച് ഒരു കുഞ്ഞു വീട് വെച്ച് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു. പിന്നെ അവരുടെ വീട്ടിലോട്ട് പോകുന്ന കാര്യം ചോദിച്ചാൽ അവർക്ക് ഭയങ്കര പേടിയാണ്. അച്ചുട്ടാ, അടിക മനയിൽ നീര് വരില്ല. എവിടെയെങ്കിലും വീടോ നീ? ಅಯ್ಯಯ್ಯೋ ಅಚ್ಚುಟ್ಟ, ನಮ್ಮ ಮನೆ ಮೇಲೆ ಟ್ಯಾಂಕ್ ಇಲ್ಲ, ಟ್ಯಾಂಕ್ അതില് വെള്ളം 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 ഇല്ല. അത് ഷോയി അച്ചുട്ട. പൊടി, എൻ്റെ പൊന്നിനെ കളിയാക്കല്ലേ കേട്ടോ. പോവല്ലേ?